ഹായ് ഫ്രണ്ട്സ്, കെ ജി എഫിന് ശേഷം യാഷ് നായകനാകുന്ന ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് മൂവിയുടെ ടീസർ വന്നിട്ടുണ്ട്. കെ ജി എഫിന് ശേഷം വരുന്നൊരു മൂവി ആയതുകൊണ്ട് തന്നെ യാഷിൻ്റെ സിനിമാ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണിത്. ടോക്സിക് മൂവിയുടെ ടീസർ റിയാക്ഷനിലേക്ക് പോവാം. ശേഷം കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചെറുതല്ല, അവരുടെ കുതന്ത്രങ്ങളുടെ രൂപം മാറി. എല്ലാവരെയും ശത്രുക്കളാക്കി ജീവിക്കാനാവില്ല. പിടിവാശി മതിയാക്ക്. Give up, Raya. It's over. It's over. When I say it's over. People want that. Until then, some manners. Fucking manners. ഭീഷ്മിക്കാത്ത വീട്ടില് I'm home. താടിയൊക്കെ എടുത്തോ? Daddy. താടിയൊക്കെ എടുത്തു. കുറച്ച് ഓവറല്ലേ? കുറച്ചധികം. അയ്യോ, ഫസ്റ്റ് മറ്റേ താടിയൊക്കെ എടുത്ത് ലാസ്റ്റ് കാണിച്ച പുള്ളിയാ. ആ ലുക്ക് അടിപൊളിയാ, ഒരു രക്ഷയില്ല. ലുക്ക് കൊള്ളാം. ഇത്ര താടി വേണ്ടായിരുന്നു. ഫസ്റ്റ് കാണിച്ചല്ലേ? അതൊരുമാതിരി മീശ, ഒരുമാതിരി കട്ട, വല്ലാത്തൊരു മീശയും പിന്നെ ഇത്ര താടി, അതൊരുമാതിരി കുറച്ച് എന്തോ പോലെ എന്തോ വിജയിച്ച. ട്രെയിലർ സോറി ടീസർ പൊളിയാ. എഡിറ്റിംഗ് ഒക്കെ സൂപ്പർ. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ആണേലും പൊളിയായിരിക്കും. ഈ ഒരു ഇതേ പോവാണെങ്കിൽ സിനിമ അടിപൊളിയായിരിക്കും. പക്ഷെങ്കിൽ കുറച്ചുകൂടെ കഥ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കഥ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ ലുക്ക് എനിക്ക് ഫസ്റ്റിലത്തെ ആ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി വില്ലനും നായകനും ഈ പുള്ളി തന്നെയാണെന്ന് തോന്നുന്നു. ഗീതു മോഹൻദാസിന് പിന്നെ കഴിവുണ്ട്. മൂത്തോൻ നിമ്പോള്ള സിനിമ മലയാളി. പക്ഷെ അതിങ്ങനൊന്നും അല്ല, അത് ഭയങ്കര ക്ലാസ് പോലത്തെ ഒരു, അതോടെ നിമ്പോളി ഫീൽഡിലോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇവര് ഇവിടുന്ന് അവിടെ പോയി ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും അല്ലേ? അതെ, എത്ര 300 എന്തോ കോടിയാണ്. പിന്നെ രാജ്യം 50 കോടിയുടെ എന്തോ. യാഷും ഗീതു മോഹൻദാസോട് ചേർന്നെന്തോ കഥ. അതെനിക്ക് തോന്നുന്നു ഗീതു മോഹൻദാസ് ഫസ്റ്റ് കഥ എഴുതിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്ക്രിപ്റ്റ് കൊണ്ട് ചെന്നപ്പോൾ ആ പുള്ളി തിരുത്തിയായിരിക്കും. ഇടയ്ക്ക് കുറെ വിവാദം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. തിരുത്തണമല്ലോ, പുള്ളിക്ക് നിന്ന് പോകണ്ടേ. പുള്ളിക്ക് KGF കഴിഞ്ഞ ഇപ്പം പ്രഭാസിന്റെ കാര്യം എടുത്ത് നോക്ക്. ബാഹുബലി കഴിഞ്ഞ പിന്നെ പുള്ളിക്ക് കൽക്കി നോക്കിയാണ്. ബാക്കി ഏതാ? എല്ലാം പൊട്ടു വരാം. അവസാനം ഇറങ്ങി വരെ പൊട്ടി. വല്ലാത്ത ഒരിതാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തോ ബാഹുബലിക്ക് മേളിൽ നിൽക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ യാഷിന്റെ ഒരു സിനിമ വരുവാണെങ്കിലും പ്രതീക്ഷിക്കുന്നത് അതാ, KGF മേളിൽ നിൽക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതെന്താ? എഡിറ്റിംഗ് എനിക്ക് ഇത്ര വയലൻസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷെ KGF എനിക്കിഷ്ടം. അതിനൊരു കഥ ഉണ്ടല്ലോ. ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയാം. ഇതിലും കഥയുണ്ടല്ലോ. തിയേറ്ററിൽ പോയി കാണുമ്പോഴല്ലേ കഥ അറിയത്തുള്ളൂ. അന്നേരല്ലേ വയലൻസ്. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് നോക്കാം. ഓവർ അങ്ങനെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും.
ഇപ്പം ഓ ഇപ്പൊക്ക് ഇത്ര വയലൻസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല. നമ്മൾ പടം കാണുന്ന സമയത്ത് കണ്ടിരിക്കാൻ രസമാണ്, അതേ ഉള്ളൂ. കാരണം വയലൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എന്താണെങ്കിലും കണ്ടിരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കണം, അതേ ഉള്ളൂ. എനിക്കിഷ്ടം വയലൻസ്. മാർക്കോ കണ്ടില്ലേ? എനിക്കിഷ്ടമല്ല. കണ്ടില്ല? എനിക്കിഷ്ടം. നല്ലതല്ലേ? മാർക്കോ നല്ലതാണേ. മലയാളത്തിലെ ഏറ്റവും വയലൻസ് ആയിട്ടുള്ള മൂവി അതേ ഉള്ളൂ, വേറെ ഏതാ? പിന്നെ മുറ അത്യാവശ്യം നല്ലതുണ്ട്, പക്ഷെ അതാരും പറഞ്ഞു കേട്ടില്ല. പക്ഷെ അതിനകത്ത് അത്യാവശ്യം നല്ല വയലൻസ് ഒക്കെ ഉണ്ട്. ഇതെന്തുമായാലും മലയാളം കൂട്ടല്ലല്ലോ, അവിടെ പോയി ചെല്ലുമ്പോൾ എന്തായാലും നല്ല മാറ്റം. ആ നാട്ടില് അവിടെ ഇതൊക്കെയാണ് വേണ്ടിയത്. അവിടെ കൊമേഴ്ഷ്യൽ സക്സസ് ആണ് വേണ്ടിയത്. അവിടെ ആ പാട്ട്, ഡാൻസ്, അടി, പെട്ടി, വയലൻസ് അതൊക്കെയാണ് വേണ്ടത്. അവർക്കതേ പറ്റും. അല്ലാണ്ട് മലയാളത്തിലെ ഹോം പോലെ അങ്ങനെ കഥ നോക്കി എന്താ കുഴപ്പം? എടേ അതാ പറഞ്ഞേ, മലയാളത്തിലൊരു ഹോമുണ്ട്, പക്ഷെ അവിടെ ഹോമില്ല. അവിടെ അവർക്കതല്ല വേണ്ടിയത്. അങ്ങനെയുള്ള പടങ്ങൾ ഓ സൈഡിൽ കൂടെ പോകുന്നുണ്ട്, പക്ഷെ അതാരും അധികം അവിടെ വാഴ്ത്തുന്നില്ല. അവർക്ക് ഇതൊക്കെയാണ് വേണ്ടിയത്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. പടം മോശമാവില്ല എന്ന് വിചാരിക്കും. എഡിറ്റിങ്ങും മേക്കിംഗ് സൈഡൊക്കെ കണ്ടിട്ട് പൊളിയാണ്. പിന്നെ സെറ്റപ്പാണ്. കോടികൾ കിട്ടും. മൂവി ആവുമ്പോ അതിന്റെ ഒരു ഇത് കാണിക്കണമല്ലോ. എങ്ങനെ പോലും കളക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് KGF പോലെ ഓർത്തിരിക്കാൻ പറ്റിയ ഒന്നാണോ എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഇനി അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.